ഗ്രേറ്റ് പീപ്പിൾ ഡൈയിങ്, ഉന്നതന്മാർ, മഹാന്മാരായിട്ട് കരുതുന്നവരുടെ മരണത്തെക്കുറിച്ച് നാം വായിക്കുന്നു, കേൾക്കുന്നു. ചില മരണങ്ങളോട് ചേർന്ന് ദുഃഖാചരണ ദിവസങ്ങൾ പോലുമുണ്ട്. എന്നാൽ നിങ്ങളെപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ, അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരെക്കുറിച്ച് ലോകം കൊടുത്ത പുകഴ്ച, പ്രശംസകൾ, അതിൽ വളരെ കൂടുതലാണ് മരണസമയത്ത് അവരുടെ ജീവിതത്തെ ആസകലം വിലയിരുത്തി അവരുടെ നേട്ടങ്ങളും അവരുടെ ഔന്നത്യങ്ങളും അവരുടെ മഹാത്മ്യങ്ങളും പറയുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ കേട്ടതിൽ കൂടുതലാണ് മരിച്ച ശേഷം പ്രസ്താവിക്കപ്പെടുന്നത്. പക്ഷെ ഇതിനകത്തൊരു വിരോധാഭാസം ശ്രദ്ധിച്ചിട്ടുണ്ട്. Do you really think these dead men hear these praises? ഈ മരിച്ചവർ ഈ പുകഴ്ച കേൾക്കുന്നുണ്ട്. ആ കാര്യം നാം ചിന്തിക്കാറില്ല. മരിച്ചവർ പോയി, that's the end of it, തീർന്നു. They don't hear this. ഈ പുകഴ്ചകൾ, പ്രശംസകളൊന്നും അവർ കേൾക്കുന്നില്ല. വാസ്തവത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? അവർ പോയ ഇരുണ്ട ദിവസങ്ങൾ അവരുടെ ഏറ്റവും അടുത്ത ഉത്തമ സുഹൃത്തോ കൂടെ ജീവിച്ച ഭാര്യയോ ചേർന്ന് നിന്ന മക്കളോ, did anybody know that? ആരെങ്കിലും അറിഞ്ഞോ? മരണമായിട്ട് അവർ മല്ലടിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഭയം, ഭീതി, വ്യഥ, നിസ്സഹായത, ഇരുടിലേക്ക് അവർ വഴുതിപ്പോയപ്പോൾ അവർ പോയ ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളുടെ വേദനയും വ്യഥയും ആരറിഞ്ഞു? പ്രശംസിക്കുന്നവരറിഞ്ഞോ? അവരുടെ മഹത്വം, അവരുടെ നേട്ടം, അവർ സമ്പാദിച്ചത്, അവരുടെ സ്ഥാനമാനങ്ങൾ മരണമായിട്ട് മല്ലടിക്കുന്ന സമയത്ത് ഓഫ് വാട്ട് വാല്യൂ? ഇതിനെന്താണ് വില? നത്തിങ്, ഒന്നുമില്ല. മരണമായിട്ട് മല്ലടിക്കുന്ന സമയത്ത് nothing the world thought it's great, ഇതും വളരെ ഉന്നതമാണ്, മഹാത്മ്യമുള്ളതാണെന്ന് കരുതിയൊന്നും അവരുടെ കയ്യിൽ വിലയില്ലാതായി തീരുന്ന അതിഭയങ്കര നിമിഷങ്ങൾ. വാസ്തവത്തിൽ ലോകത്തിലെ ഉന്നതന്മാർ എന്ന് കരുതുന്നവരൊക്കെ ഇങ്ങനെ ഒരേ പാസേജിൽ കൂടിയാണ് ഈ പോകുന്നത്. നെപ്പോളിയൻ ദ ഗ്രേറ്റ് എന്ന് പറയും, മഹാനായ നെപ്പോളിയൻ സെന്റ് ഹെലീന എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. നെപ്പോളിയൻ പറയുന്നത്, മരണം ദിവസവും ഞാൻ മരിക്കുകയാണ്. ടു ലിവ് ഡിഫീറ്റഡ് ആൻഡ് വിതൗട്ട് ഗ്ലോറി. ഈ നാട് കടത്തപ്പെട്ടിടത്ത് പരാജിതനായും മഹത്വം നഷ്ടപ്പെട്ടവനായും ഞാൻ എന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ജീവിതം! ലോകത്തെ വിറപ്പിച്ച ഒരു ജേതാവ് മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പരാജയത്തിൻ്റെ വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പല ചിന്തകളും, കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ഉൾപ്പെടെയുള്ള പല ചിന്തകൾക്ക് ഒരു സൈദ്ധാന്തികമായിരിക്കുന്ന പിന്തുണ നൽകിയ ഒരു ചിന്തകനായിരുന്നു നീഷെ. ദ ഡെത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മരണമെന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമായി തീർന്ന അനേകർ വായിച്ചു. അതിനോടനുബന്ധിച്ച് ജർമ്മനിയിൽ ഗോഡ് ഈസ് ഡെഡ് തിയോളജി തന്നെയും ഉണ്ടായി. 42-ാമത്തെ വയസ്സിൽ ന്യൂറോസിഫിലിസ്, സിഫിലിസ് എന്ന രോഗം ബ്രെയിനെ എഫക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സുബോധം നഷ്ടപ്പെട്ടു. മരണസമയത്തെ അവസാന വാക്കുകൾ, മദർ ഐ ആം സ്റ്റുപ്പിഡ്, അമ്മേ ഞാനൊരു മരമണ്ടനാണ്. ബോധക്കേടിൽ പറഞ്ഞതാണെങ്കിലും ഇന്നും സൈദ്ധാന്തികനെന്നും ജ്ഞാനിയെന്നും മഹാനെന്നും ഭോഷന്മാർ വിളിച്ചെന്ന് പറയാൻ നടക്കുന്നു. ഇങ്ങനെയുള്ള മരണം ഈ ഭോഷന്മാരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ they celebrate life, they forget death. ജീവിതത്തെ ആഘോഷിക്കുന്നു, മരണത്തെ മനഃപൂർവ്വം വിസ്മരിക്കുന്നു. പെർട്രാൻഡ് റസ്സൽ
വൈ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായിരിക്കുന്നില്ല എന്ന് ഒരു പുസ്തകം എഴുതി ക്രിസ്തീയ ചിന്തയുടെ അനേക കവാടങ്ങൾ അനേകരുടെ ഹൃദയങ്ങളിൽ അടച്ചവനാണ്. നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്, വലിയ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, വലിയ എഴുത്തുകാരനായിരുന്നു, വലിയ സെലിബ്രിറ്റി ആയിരുന്നു. മരിക്കാറായ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, സോൺ മൈ ബോഡി വിൽ ബി റോട്ട്, എൻ്റെ ശരീരം അഴുകിപ്പോവും, എൻ്റെ ഈ അഹം, എൻ്റെ സ്വയം അതിനൊരംശം പോലുമില്ലാതെ തീർത്തും ഇല്ലാതാകും. ഞാൻ ചെറുപ്പം അല്ല, എങ്കിലും ഞാൻ ജീവിക്കാൻ കൊതിക്കുന്നു. ഞാൻ ഇല്ലാതെയായിത്തീരുമെന്നുള്ള ചിന്ത എന്നെ ഭീതിപ്പെടുത്തുന്നു. ഞാൻ നടുങ്ങിപ്പോകുന്നു മരണത്തിന് മുമ്പിൽ. അടുത്ത കാലത്ത് സ്റ്റീവ് ജോബ്സ് ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്, ആർക്കും വായിക്കത്തക്ക. നഷ്ടബോധമുള്ള ഒരു ജീവിതം, സിദ്ധാന്തങ്ങൾ തിരിച്ചെഴുതി ജീവിതം കൊണ്ട്, ഇങ്ങനെയുള്ള ജീവിതങ്ങളുടെയൊക്കെ നടുക്കാണ് മനുഷ്യൻ പിന്നെയും പാതാളത്തിൻ്റെ ആടുകളായി അവരെ ആക്കിയിരിക്കുന്നു എന്ന് 50-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്ന പോലെ. പിന്നെ ഈ മരണത്തിൻ്റെ മൃത്യു അവരെ മേയ്ക്കുന്നു. ഈ മരണത്താൽ മേയ്ക്കപ്പെട്ട് ഒന്നും അറിയാതെ ഡംബ് ആനിമൽസ്, നിശബ്ദ മൃഗങ്ങൾ, ഒന്നും അറിയാതെ നടക്കുന്ന പോലെ മനുഷ്യർ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്തേ സംഭവിക്കുന്നത്? ജനിച്ചു വളരുമ്പോൾ തന്നെയും ഭാവി ഭാവി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കും ഭാവി എന്ന്, ചുറ്റുപാടുള്ളവരും പറഞ്ഞു കൊടുക്കും ഭാവി എന്ന്. എന്ത് ഭാവി? എന്ന് ഭാവി ഉണ്ടാകും, എന്ന് ഭാവി അവസാനിക്കും. ജീവിതത്തിൻ്റെ ആവശ്യം ഭാവി അല്ല, ജീവിതത്തിൻ്റെ ആവശ്യം നിത്യതയാണ്. മാൻ ഈസ് ഇറ്റേണൽ. മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യന് വാസ്തവത്തിൽ അതിൻ്റെ ആത്യന്തിക അർത്ഥത്തിൽ മരണമില്ല. എല്ലാവരും ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ദൈവം എല്ലാവർക്കും കഴിവുകൾക്കും നൈപുണ്യങ്ങൾക്കും സൗകര്യങ്ങളും ഓരോരുത്തർക്കും അതാത് നിലയിൽ എല്ലാവർക്കും കൊടുത്ത് ദൈവം ലോകത്തിലാക്കിയിരിക്കുകയാണ്. ഓരോരുത്തരെയും ലോകത്തിലാക്കിയിരിക്കുകയാണ്. ശലോമോന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ നിത്യതയും ദൈവം വച്ചിരിക്കുന്നു. ടൈം ആൻഡ് ഇറ്റേണിറ്റി, ദൈവം നൽകിയിരിക്കുന്ന കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിത്യതയോടെ ആ കാലത്തെ ഘടിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ദൈവം മനുഷ്യനെ ലോകത്തിലാക്കിയിരിക്കുകയാണ്, ദൈവിക ബോധത്തോടുകൂടി. എന്നാൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഇന്ദ്രിയം, കാഴ്ച, കേൾവി, ഘ്രാണം, ഈ കാര്യങ്ങളുടെയൊക്കെ തലത്തിൽ മനുഷ്യനങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നൈസർഗികമായിരിക്കുന്ന വാസനകൾ, ഇൻസ്റ്റിങ്സ്, മനുഷ്യൻ്റെ ഉൾപ്രേരണകൾ, കാണുന്ന വഴിയിൽ തുറന്ന വാതിലിൽ കൂടി മനുഷ്യൻ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ, യഥാർത്ഥമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ പിന്നാലെ കണ്ണടച്ചങ്ങ് പോയി ലൈഫ് അടുത്തുകൊണ്ട് ക്രാഷ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എവ്രി ലൈഫ് ഇസ് എ ട്രാജഡി, എല്ലാ ജീവിതവും ഒരു ദുരന്തം എന്ന് ഞാൻ പറയാറുള്ളത്. പക്ഷെ വിശ്വാസികൾ സാധാരണ മനുഷ്യർക്ക് ഭൗതികതയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആ മനുഷ്യർക്കില്ലാത്ത ചിലത് വിശ്വാസികൾക്കുണ്ട്. എന്തൊക്കെയുണ്ട്? സഭയുണ്ട്, ബൈബിളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, കൂടിവരവുകളുണ്ട്. Most believers do not have anything more. ഇതിലപ്പറെ അധികം വിശ്വാസികൾക്കും ഒന്നുമില്ല എന്നുള്ളതാണ് പരമയാഥാർത്ഥ്യം. മറ്റ് മനുഷ്യരെ പോലെ തന്നെ ആ ജന്മവാസനകൾക്കും ആന്തരിക പ്രവണതകൾക്കും ഒക്കെ അനുസരിച്ച് ലക്ഷ്യവും അർത്ഥമില്ലാതെ ഭൗതിക മനുഷ്യൻ ജീവിക്കുന്ന വലിയ വ്യത്യാസമില്ലാത്ത നിലയിൽ വിശ്വാസികളെന്ന് പേർപ്പെട്ടവരും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ ഒരു വ്യത്യാസം, ആത്മീയത എന്ന പേരിൽ അവർക്ക് അവരുടേതായിട്ടുള്ള മതങ്ങളുണ്ട്. വിശ്വാസികളുടെ മതമുണ്ട്, കൂടിവരവിൻ്റെ മതമുണ്ട്, കൂട്ടായ്മയുടെ മതമുണ്ട്,
പ്രസംഗങ്ങളുടെ ചുറ്റുമുള്ള മതമുണ്ട്. ആ മതം കൊണ്ട് ദൈവത്തെ കബളിപ്പിച്ചുകൊണ്ടാണ് അധികം വിശ്വാസികൾ ജീവിക്കുന്നത്. മോക്കിംഗ് ഗോഡ് വിത്ത് എ റിലിജൻ. അവരുടെ ഭക്തി എന്ന് പറയുന്ന മതാത്മകത കൊണ്ട് ദൈവത്തിനെ തന്നെ കബളിപ്പിക്കുകയാണ്. ബൈബിള് കൊണ്ട് ദൈവത്തെ കബളിപ്പിക്കുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് കൊണ്ട് ദൈവത്തെ കബളിപ്പിക്കുകയാണ്. കൂട്ടായ്മ എന്ന പേരിൽ ദൈവത്തെ കബളിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പേരിൽ ദൈവത്തെ കബളിപ്പിക്കുകയാണ്. Man is not coming down to his senses. അവന് യഥാർത്ഥ സുബോധത്തിലേക്ക് മനുഷ്യൻ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് വ്യത്യസ്തമായി നാം തിരുവചനത്തിൽ കാണുന്ന ജീവിതങ്ങൾ എന്താണ്? ഈ ജീവിതമാണ് നമ്മുടെ മാർഗദർശിയായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. അനേകരും തങ്ങളുടെ ജീവിതം എവിടെയോ എത്തിച്ച് ഒന്നുമില്ലായ്മയിലേക്ക് പോകുന്നു. ഞാനില്ലാതെയാകുന്നു എന്നുള്ള ചിന്ത എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞ സ്ഥാനത്ത് ദൈവഭക്തന്മാരുടെ ജീവിതം ദൈവവചനത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ യാക്കോബ് യോസഫിൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു താൻ മരിക്കാറായപ്പോൾ. എന്നിട്ട് തൻ്റെ ഊന്നുവടിമേൽ പണ്ടൊരിടത്ത് വെച്ച് തൻ്റെ തുടയിൽ നിന്ന് ദൈവം തൊട്ടു. അന്ന് കിട്ടിയ ഉളുക്ക, ആ ഉളുക്കുമായിട്ടാണ് ജീവിക്കുന്നത്. യാക്കോബിന് രോഗസൗഖ്യം കിട്ടിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഉളുക്കുള്ള തുടയിൽ ഒരു ഊന്നുവടി ചാരിയുന്നുണ്ട്. ഹി വർഷിപ്പ് ദ ലോർഡ് ലീനിങ് ഓൺ ഹിസ് സ്റ്റാഫ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ചിലപ്പോൾ ഊന്നുവടി ലഭിച്ചു എന്ന് വരാം, ഉളുക്കും ലഭിച്ചു എന്നിരിക്കാം. ദ ഹോൾ തിങ് ഈസ് ഹൗ ഡു യു ലീവ് ലൈഫ്? ജീവിതത്തിൽ നീ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? Here we see a man worshiping God, leaning on that top of his staff. തൻ്റെ ഊന്നുവടിയിൽ ചാരി നിന്നുകൊണ്ട് ആരാധിച്ച് ജീവിതത്തോട് വിട പറയുന്ന ഒരു മനുഷ്യൻ. ജോസഫിനെ കുറിച്ച് പറയുന്നത്, യോസഫിന് ജീവിതത്തിൽ കിട്ടാവുന്നത് എത്ര വലിയൊരു പദവിയായിരുന്നു. ഫറവോന് പോലും ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു നിലയിൽ. എന്നാൽ ഫറവോൻ താൻ മരിക്കാറായപ്പോൾ എബ്രായലേഖനത്തിൽ വീണ്ടും വായിക്കുന്നത്, ജോസഫ് മരിക്കാറായപ്പോൾ നാം വീണ്ടും എബ്രായലേഖനത്തിൽ വായിക്കുന്നു, തൻ്റെ അസ്ഥികളെക്കുറിച്ച് ഓർത്ത് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തു. ഈ ഫറവോൻ്റെ ഈ രാജ്യത്ത് ഈജിപ്തിൽ ഒരു വലിയ ഒരു പിരമിഡ് യോസഫിന് കിട്ടാമായിരുന്നിരിക്കാം. പ്രസിദ്ധമായിരിക്കുന്ന പിരമിഡിൽ യോസഫിൻ്റെ മെമ്മറി എന്ന് നിലനിൽക്കത്തക്കവണ്ണം സാധ്യമായിരിക്കുന്ന ഒരിടത്ത് നിന്ന് യോസഫ് എന്ത് ചെയ്തു? തൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ കനാനിൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു നാളുണ്ട്. അന്ന് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എൻ്റെ അസ്ഥികളും കൂടി ഈ ദേശത്തും കൊണ്ടുപോയിക്കണം. ദൈവം ഭൂമിയിൽ ജീവിക്കാൻ തന്ന ചില നാളുകൾ വിശ്വസ്തയിൽ ഞാൻ ജീവിച്ചു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തിപ്പാൻ ഞാൻ ഇവിടെ നിന്നു. Now my mission is over on this world. ഈ ലോകത്തിൽ എൻ്റെ ദൗത്യം അവസാനിച്ചു. I don't want to leave. എൻ്റെ സ്തൂപങ്ങളും എൻ്റെ സ്മരണകളും എൻ്റെ സ്ഥാനങ്ങളും ഇവിടെ ബാക്കി വേണ്ട. നോ പിരമിഡ് ഫോർ മീ. എനിക്കിവിടെ ഒരു പിരമിഡ് വേണ്ട. എനിക്ക് പോകേണ്ടത് എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ഈ ചരിത്രം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാം വയോധികനായി, യെസ്, കാലസമ്പൂർണനുമായി, കാലസമ്പൂർണതയിലായി, നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടുമരിച്ചു. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ശ്രദ്ധിച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമുണ്ട്, സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്.
തൻ്റെ ജീവിതം സംബന്ധിച്ച് തൃപ്തനായി. എല്ലാ ട്രാൻസ്ലേഷനും അതില്ല, എന്നാൽ ഞാനത് ഹിബ്രു ഭാഷയിൽ തന്നെ അത് നോക്കിയിട്ടുണ്ട്. വ്യക്തമായിട്ട് ആ പദം അവിടെയുണ്ട്, സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്. എങ്ങനെയാണ് അബ്രഹാം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്? നല്ല കാര്യം, വയോധികനായി, കാലസമ്പൂർണനായി, നല്ല പ്രായത്തിലെത്തി. ബട്ട് ദാറ്റ്സ് സംതിങ് മോർ ദേർ. എന്തൊക്കെ ആഡ് പ്ലസ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തോട് അധികം 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 താങ്ക് ഗോഡ് യു ഗേവ് ദിസ്, താങ്ക് യു ഗേവ് ദിസ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയാനുണ്ടായിരിക്കാം. ദ ഫൈനൽ പ്ലസ് ഓഫ് ലൈഫ്, അതിൻ്റെ ഒടുവിൽ ഒരധികം കൂടെ കൂട്ടാൻ ഉണ്ടായിരിക്കണം. എന്താണത്? ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്. ഈ ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ എം സാറ്റിസ്ഫൈഡ്, ഞാൻ തൃപ്തനാണ്. ദിസ് ഈസ് ലാക്കിംഗ്. One great evidence a man has really found God is the confession of his satisfaction of life. ഒരു മനുഷ്യൻ യഥാർത്ഥമായിട്ട് ദൈവത്തെ കണ്ടു അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായിരിക്കുന്ന ഒരു തെളിവാണ് ജീവിതത്തെക്കുറിച്ചുള്ള സംതൃപ്തിയുടെ ഏറ്റുപറച്ചിൽ. ഐ എം ബ്ലെസ്ഡ്, ഐ എം സാറ്റിസ്ഫൈഡ്. ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ സംതൃപ്തനാണ്. തീർന്നില്ല. ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി, ബില്ലി ഗ്രഹാം, എത്രയെത്ര പേരുകൾ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാര്യങ്ങൾ നാം കേട്ട. പ്രൈസ് ദി ലോർഡ്. വില്യം കേറി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്പീക്ക് ലിറ്റിൽ ഓഫ് ഡോക്ടർ കേറി, ബട്ട് സ്പീക്ക് മോർ ആൻഡ് മോർ ഓഫ് ദ സേവിയർ ഓഫ് വില്യം കേറി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കേറിയെക്കുറിച്ച് കുറച്ച് മാത്രം പറയുക, കേറിയുടെ രക്ഷകനെക്കുറിച്ച് അധികമധികം പറഞ്ഞുകൊണ്ടിരിക്കുക. ബില്ലി ഗ്രഹാം പറയുന്നത് പോലെ, വൺ ഓഫ് ദിസ് ഡേയ്സ് വിൽ ഹിയർ ദാറ്റ് ബില്ലി ഗ്രഹാം ഈസ് ഡെഡ്. ഈ ദിവസങ്ങളിലൊന്നിൽ നിങ്ങൾ കേൾക്കും ബില്ലി ഗ്രഹാം മരിച്ചുപോയെന്ന്. ഡോണ്ട് ബിലീവ് ഇറ്റ്. നിങ്ങളത് വിശ്വസിക്കരുത്. ഐ വിൽ ബി വെരി മച്ച് അലൈവ്. ഞാൻ ഇപ്പോഴെന്ന പോലെ അപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കും. The only difference is my address has changed from earth to heaven. ആകെയുള്ള വ്യത്യാസം എൻ്റെ അഡ്രസ്സ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അഡ്രസ്സ് മാറിയെന്ന് മാത്രം. Don't believe that I'm dead. ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കരുത്. I'll be very much alive. ഞാൻ അപ്പോഴും ജീവിച്ചിരിക്കും. Amen. ചാൾസ് വെസ്ലി പറഞ്ഞ പോലെ തൻ്റെ അവസാന ഒടുവിലത്തെ വാക്കുകൾ ചാൾസ് വെസ്ലി പറഞ്ഞത്, when I am awake, I'll behold thy face and be satisfied. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം ഞാൻ കാണും, ഞാൻ തൃപ്തനാകും. സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, തൃപ്തനാകും, തൃപ്തനാകും. 2 പ്രാവശ്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. This is the whole difference. Don't compare with cars and houses and facilities. ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ താരതമ്യം വരേണ്ടത്. ലൈഫ് മാറ്റേഴ്സ് അറ്റ് ദി എൻഡ്. ഒടുവിൽ ജീവിതം എവിടെ കൊണ്ടെത്തിക്കുന്നു? ഡു യു ലിവ് എ ട്രൂ ലൈഫ്? നിങ്ങൾ യഥാർത്ഥ ജീവിതമാണോ ജീവിക്കുന്നത്? അതിൻ്റെ തെളിവ് എന്താണ്? ആർ യു ഗെറ്റിംഗ് പ്രിഫയർഡ് ടു ഡെത്ത്, ടു ഡൈ? നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്നു, പിക്നിക്കിന് പോകാൻ ഒരുങ്ങുന്നു, ഉദ്യോഗത്തിന് പോകാൻ ഒരുങ്ങുന്നു. എല്ലായിടത്തും ഒരുക്കമാണ് മനുഷ്യർ, ആളുകൾ തിരക്കാണ്. ദാറ്റ് ഈസ് ഹാഫ് ലൈഫ് ഓർ നോ ലൈഫ്. അതൊന്നുകിൽ പകുതി ജീവിതമാണെങ്കിൽ ഒന്നുമില്ലാത്ത ജീവിതമാണ്. യുവർ ലൈഫ് ഈസ് ലൈഫ് ഓൺലി ഇഫ് യു ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ടു ഡൈ ദ റൈറ്റ് വേ. നിങ്ങൾ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം സത്യമായിരിക്കുന്നുള്ളൂ. ആമേൻ. മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ സമയത്തോളം മരണഭയം ഇല്ല. ആമേൻ. ദൈവഭക്തന്മാർ അതുകൊണ്ടാണ് പറയുന്നത്, ഐ സീ ഗ്ലോറി ബിഫോർ മീ. ഞാൻ ഈ മഹത്വം കാണുന്നു. നെവർ തോട്ട് ദിസ് വാസ് സോ ഗ്ലോറിയസ്. ഇത്രയും മഹത്വപൂർണ്ണമാണെന്ന് ഞാനത് അറിഞ്ഞില്ല. യെസ്. റെഡി ഫോർ ലൈഫ്, റെഡി ഫോർ ഡെത്ത്. ടേക്ക് ഇറ്റ് ടുഗെദർ. ജീവിക്കുവാനുള്ള ഒരുക്കം, മരിക്കുവാനുള്ള ഒരുക്കം, ഇതൊരുമിച്ചാണ് പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു. മരിച്ചാൽ പിന്നെ എന്നാ പറയാനാ? മുഴുവൻ പോയി അല്ലേ? ഭക്തൻ പറഞ്ഞതല്ല. ഇറ്റ്സ് ഗെയിൻ, ഇറ്റ്സ് പ്രൊമോഷൻ,
ഇറ്റ്സ് എ ഹയർ ലൈഫ്. ഇതെല്ലാം ഉത്തമമാണ്. ജീവിക്കുന്ന ക്രിസ്തുവെങ്കിൽ മരിക്കുന്ന ലാഭം. ഈ ഒരു ജീവിതം, ഭക്തന്മാരുടെ ജീവിതം ഇവിടെയാണ് അറിയേണ്ടത്. യു ഡൈ ഇൻ ദ വേ യു ലീവ്. നീ എങ്ങനെ ജീവിക്കുന്നോ, എന്തിനു ജീവിക്കുന്നോ, അങ്ങനെ തന്നെയായിരിക്കും നിന്റെ മരണം. യെസ്, ക്രിസ്തീയ മഹാന്മാരെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളൊരു യാഥാർത്ഥ്യം പറയാം. ഈ മഹനീയമായിരിക്കുന്ന ഈ വിലപ്പെട്ട ജീവിതത്തിൻ്റെ പ്രത്യാശ, യോസേഫിനുണ്ടായ പ്രത്യാശ, യാക്കോബിൻ്റെ ആരാധന, പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ നല്ല പോർ വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അയ്യോ, let us mean it, let us mean it. ഒന്നുകൂടെ നമ്മുടെ ഹൃദയം സത്യമോടൊന്ന് കൊണ്ടുവന്നിട്ട് ചുമ്മാതെ കയറിയ വാക്യം പറയരുത്. ഞാൻ നല്ല പോരാട്ടം കഴിച്ചു, ഞാൻ എൻ്റെ ഓട്ടം ഓടി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ഫുൾഫിൽഡ് ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം. ആ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമാണ് സംതൃപ്തി നൽകുന്ന മറ്റൊരു കാര്യം. ഹല്ലേലൂയ. ഭക്തന്മാർ അവർ കടന്നു പോകുമ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടൊരു ജീവിതം, സംതൃപ്തമായിരിക്കുന്നൊരു ജീവിതം, ആരാധിച്ചുകൊണ്ട് പോകുന്നു, പ്രത്യാശയോടെ പോകുന്നു. വിശ്വാസികളെ പലരും മരിക്കാൻ നേരം എല്ലായിടത്തും ഉപയോഗിക്കുന്നൊരു പദമാണ് ഒടുവിൽ ഈ ക്രിസ്തുവിൽ മരിച്ചു. പ്രത്യാശയോടെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. അയ്യോ, അങ്ങനെ പ്രിയം വെച്ചൊരു കർത്താവിനെ ഒന്നും ഇങ്ങനെ പ്രിയം വെച്ച പോലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കൂടെ നടന്ന ഒരാളാണല്ലോ, ആ പ്രത്യാശയൊന്നും ഞാൻ കേട്ടില്ലല്ലോ. What is that? Do we live a reality or do we live a lie? നാം ജീവിക്കുന്നത് ഒരു പോസ്റ്റാണോ, ഒരു യാഥാർത്ഥ്യമാണ്? Let us be true to God. ദൈവത്തോട് നേരുള്ളവരായിരിക്കാം, വചനത്തോട് നേരുള്ളവരായിരിക്കാം. ഓർക്കുക, ഈ ഭക്തന്മാരുടെ പ്രത്യാശയും അവരുടെ ഏറ്റുപറച്ചിലും ചിലർക്ക് മാത്രം മാറ്റിവെച്ച് നൽകിയിരിക്കുന്ന ഒരു കാര്യമല്ല. When you were born again to God, ദൈവത്തിന് നീ ഒന്നുകൂടെ ദൈവത്തിൻ്റെതായിട്ട് ജനിച്ചപ്പോൾ, born again, വീണ്ടും ജനിച്ചവർ നാം കർത്താവിൽ ഒന്നുകൂടി സ്വർഗത്തിൽ നിന്നും തൻ്റെ ആത്മാവിനാൽ നിത്യജീവനാൽ നാം ജനിച്ചപ്പോൾ ബില്ലിഗ്രാമിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആ സാധ്യതയിലേക്കാണ് നാം ജനിച്ചത്. ജോൺ വെസ്ലിയുടെ ആ സാക്ഷ്യത്തിൻ്റെ സാധ്യതയിലേക്കാണ് നാം ജനിച്ചത്. ചാൾസ് വെസ്ലിയുടെ ആ സാക്ഷ്യത്തിൻ്റെ സാധ്യതയിലേക്കാണ് ജനിച്ചത്. പൗലോസിന്റെ ആ സാക്ഷ്യത്തിന്റെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ആ സാക്ഷ്യത്തിലേക്കാണ് നാം ജനിച്ചത്. Paul, I am with you. നിന്റെ സാക്ഷ്യത്തിലേക്കാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. സോ നാം എവിടെയായിരിക്കുന്നു? ഈ സാക്ഷ്യത്തിലേക്കാണ് നാം ജനിച്ചത്. ആ പരിശുദ്ധാത്മാവ്, ആ വിളി, ആ കൃപ, ഇതെല്ലാം ലഭിച്ചിരിക്കുന്നു നമുക്ക്. ഈ യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട്, എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുമായിട്ട് പോയപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നാം ജനിച്ച സ്വർഗീയ ജനനത്തെക്കുറിച്ച് നമ്മുടെ മന്ദത മാറണം. നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മുടെ മന്ദത മാറണം. അധർമ്മത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന നാം ദൈവം നമ്മെ ജീവിപ്പിച്ചു എന്നുള്ള ഉയർത്തിൻ്റെ ആ സ്വർഗീയത സംബന്ധിച്ച് നമ്മുടെ മന്ദത മാറണം.
ജീസസ് gave his blood and redeemed us. കർത്താവ് തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു, ദൈവത്തിന് സ്വന്തമാക്കി തീർത്തു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വിളിയെക്കുറിച്ചുമുള്ള ഒരു ഡിസ്കവറി, ഒരു കണ്ടെത്തൽ നമുക്കുണ്ടാകണം. ഒരു കണ്ടെത്തൽ നമുക്കുണ്ടാകണം. അവിശ്വാസിയുടെ കണ്ണിനെ പിശാച് കുരുടാക്കി. പിശാച് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ കണ്ണടച്ച ശേഷം കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലേക്കും ലോകത്തെ മുഴുവൻ ഒതുക്കിയ കൂട്ടത്തിൽ നമ്മളെ ഒതുക്കുക എന്നുള്ള ഒരു വലിയ പൈശാചികമായിരിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനിടയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് കണ്ണു തുറന്ന് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനെ കാണുവാനായിട്ടൊരു തുറവി ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഏതാണ്ട് അറിയാമല്ലോ ബാങ്കിൽ ഇപ്പോൾ എന്നാ ബാലൻസ് ഉണ്ടെന്ന്. യു ഓൾമോസ്റ്റ് നോ യുവർ അസറ്റ്. ഇത്ര വസ്തു, ഇത്ര സെൻറ്റുണ്ട്, ഇങ്ങനൊരു വീടുണ്ട്, പഴയതോ പുതിയതോ ഒരു കാറുണ്ടെങ്കിലുണ്ട്. വി ഹാവ് ഓൾമോസ്റ്റ് എൻ അസസ്മെൻറ്റ് ഓഫ് അവർ അസറ്റ്സ്. നമുക്ക് എന്നാവൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഏതാണ്ടൊരു ധാരണയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ചിലർ സമ്പന്നരായിരിക്കുന്നത്, ചിലർ ദരിദ്രരായിരിക്കുന്നു, ചിലർ വലിയ ഖേമന്മാരായിരിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ്, ചില അയ്യോ ഞാൻ സാധുവാണ് എന്ന് പറയുന്നതും അതിൻ്റെ വെളിച്ചത്തിലാണ്. നമ്മുടെ മുഴുവൻ വിലയിരുത്തലും ഇതിൻ്റെ ഒരു വെളിച്ചത്തിലാണ്. യാക്കോബ് പറയാണ്, ഈ ലോകത്തിൽ എളിയ സാഹചര്യത്തിലായിരിക്കുന്നവർ എന്ത് ചെയ്യണം? തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉയർച്ചയിൽ പ്രശംസിക്കണം. Those of humble circumstances, എളിയ സാഹചര്യത്തിലായിരിക്കുന്നവർ, പരിമിതികളിലായിരിക്കുന്നവർ, കുറഞ്ഞ ശമ്പളത്തിലായിരിക്കുന്നവർ, ജീവിതത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ചെറിയ പരിമിതികളായിരിക്കുന്നവർ എന്ത് ചെയ്യണം? Let them glory. അവർ സന്തോഷിക്കട്ടെ. എന്തിന്? In the exaltation that God has given them. ദൈവക്കാർക്ക് നൽകിയിരിക്കുന്ന മഹത്വത്തിൽ. അതാർക്കേ പറ്റത്തുള്ളൂ. ചെല്ലുകണ്ടില്ലേ അപകർഷതാബോധത്തിൽ, എന്നെ കണ്ടാൽ ഇങ്ങനെ, ഞങ്ങളുടെ കുടുംബം ഇങ്ങനത്തെയാണ്, ഞങ്ങളുടെ ജാതി ഇങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അനേകരും മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെയും ഇല്ലാത്ത പൊങ്ങച്ചമൊക്കെ കാണിച്ച് നടക്കുകയും ചെയ്ത കാര്യം they don't see, they don't discover the call. തങ്ങളുടെ വിളിയുടെ മഹാത്മ്യം, ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന ആ മഹത്വം. യെസ്, എത്ര മഹനീയമായിരിക്കുന്നൊരു വീണ്ടെടുപ്പാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കവർ. നിനക്കുള്ളത് നീ കാണുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഭൗതികമായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അതവിടെ ഇരിക്കട്ടെ. കൗണ്ട് എ ബ്ലെസ്സിങ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എണ്ണാൻ തുടങ്ങുക. നിന്റെ വചനം തുറന്ന ശേഷം കാണുക, പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെ നൽകിയിരിക്കുന്നു. എൻ്റെ സമ്പത്ത് എന്താണ്? പാട്ടുകാരൻ പറയുന്ന പോലെ, എൻ്റെ സമ്പത്ത് എന്താണ്? ഗോഡ്, ദൈവം എന്നെ സ്നേഹിച്ചു, തൻ്റെ പുത്രൻ എന്നെ വീണ്ടെടുത്തു, സ്വർഗത്തിൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് അയച്ചു തന്നു, ഈ ദിവ്യ കൃപ എനിക്ക് ദാനം ചെയ്തു, കർത്താവിൻ്റെ മാർഗം എനിക്ക് തുറന്നു തന്നു, എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാക്കി തീർത്തു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു, ഞാൻ സ്നേഹിക്കപ്പെട്ടവനായി തീർന്നു. പിതാവ് പരിശുദ്ധാത്മാവിൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഞാൻ ആ പദ്ധതിയിൽ ജീവിക്കേണ്ടതിനായിട്ട് കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഐ ആം സ്പെഷ്യൽ. ഞാൻ പ്രത്യേകതയുള്ളവനാണ്. ഐ ആം സ്പെഷ്യൽ. ഞാൻ പ്രത്യേകതയുള്ളവനാണ്. ദൈവമക്കളെ, know who you are. നിങ്ങൾ ആരാണെന്ന് അറിയുക. know what you have. നിങ്ങൾക്ക് എന്തുണ്ടെന്ന് അറിയുക. discover the fresh brand new life. ഈ പുതുപുത്തൻ ജീവിതം സ്വർഗത്തിൽ നിങ്ങൾക്ക് തന്നെ കർത്താവ് കൊണ്ട് തന്ന ജീവിതത്തിന്റെ മഹത്വം എന്ന് കാണുക. ആമേൻ. നമ്മുടെ വിഷണ്ണത മാറണം, നമ്മുടെ ദുഃഖം മാറണം, നമ്മുടെ പരാജയബോധം മാറണം, നമ്മൾ തിരസ്കരിക്കപ്പെട്ടെന്നുള്ള ബോധം മാറണം. Let it go. അതെല്ലാം പുറത്തു പോകട്ടെ. I am loved. ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണ്. ആമേൻ. ആ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളെ നാം പഠിക്കാൻ തുടങ്ങണം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം.
ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തെ വിധേയപ്പെടുത്തി കൊടുക്കണം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് കാര്യമുള്ളത് നമ്മെ സ്നേഹിച്ച് വിളിച്ച് വീണ്ടെടുത്ത ഈ കർത്താവിനോട് മാത്രമാണെന്ന് ഓർക്കണം. അത്രയേ ഉള്ളൂ. ആരിശ്വൾ ഭാര്യ കർത്താവ് തന്ന, ഈ കർത്താവ് തന്ന മക്കൾ ഈ കർത്താവ് തന്നതാ. ജീവിതത്തിൽ നിനക്കുള്ളതെല്ലാം ഈ കർത്താവ് തന്ന, എല്ലാം കർത്താവ് തന്നതാണ്. എല്ലാം കർത്താവ് തന്നാണ്. എല്ലാം കർത്താവിന് താഴെയാണ്. ഓൾ ഗിവൺ, എല്ലാം നൽകപ്പെട്ടതാണ്. എല്ലാം ഈ കർത്താവിന് താഴെയാണ്. ഐ ലിവ് ആസ് ഇഫ് ഐ ഹാവ് ഓൺലി ടു ഡു വിത്ത് ഗോഡ്. എൻ്റെ ബാധ്യസ്ഥത ഈ ദൈവത്തോടാണ്. ജീവിതം അങ്ങനെ ജീവിച്ചു വരിക. ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കൂടി ഈ കർത്താവിൻ്റെ വഴിയിൽ നാം നടക്കുമ്പോൾ, ഈ കർത്താവിൻ്റെ മാർഗത്തിൽ നാം നടക്കുമ്പോൾ ഈ പുതിയ ജീവിതത്തിൻ്റെ ദൈവിക പ്രമാണങ്ങൾ നാം പഠിക്കും. കർത്താവിൻ്റെ വഴികളെ നാം കാണും. കർത്താവിൻ്റെ കൃപയെ നാം അനുഭവിക്കും. ജീവിതത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന മഹത്വം കർത്താവ് നമ്മെ കാണിക്കും. സന്തോഷത്തിൻ്റെ രഹസ്യം നാം അറിയുവാനായിട്ട് തുടങ്ങും. സംതൃപ്തിയുടെ രഹസ്യം നാം അറിയുവാനായിട്ട് തുടങ്ങും. ജീവിതത്തിൻ്റെ യഥാർത്ഥ പൊരുൾ നാം അറിയുവാനായിട്ട് തുടങ്ങും. വാട്ട് ഈസ് ട്രൂലി ലൈഫ്? ജീവിതം എന്താണെന്നും ജീവിതത്തിൻ്റെ മഹത്വം എന്താണെന്നും ജീവിതത്തിൻ്റെ പരിഗണനകൾ എന്തൊക്കെയായിരിക്കണമെന്നും ജീവിതത്തിൽ എന്തിനെ അന്വേഷിക്കണമെന്നും എവറിത്തിങ് ഐ ലേൺ, എല്ലാം പുത്തനായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കും. സാധാരണ ആളുകൾ പറയുമല്ലോ, ഈ ജീവിതം അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, ഇത് വലിയ കഠിനമാണ്, ഇത് നടക്കുന്നൊരു കാര്യമില്ല. വിശ്വാസികൾ തന്നെ പറയുക. എന്താ കാര്യം എന്നറിയാമോ? പഴയ ജീവിതമായിട്ട് പുതിയ ജീവിതം ജീവിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നു, ഈ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. ഈ ജീവിതം ജീവിക്കേണ്ടത് എങ്ങനെയാണ്? പുതിയ ജീവിതമായിട്ട് ജീവിക്കണം. ദൈവത്തിൽ നിന്ന് പഠിച്ച് ജീവിക്കണം. ദൈവത്തിൻ്റെ ഹിതത്തിന് മനസ്സ് കൊടുക്കണം. ആ ഹിതവുമായിട്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നേരിടണം. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഈ ജീവിതം ജീവിക്കാൻ കഴിയും. ജീവിതത്തിൽ എന്തു വന്നാലും അത് നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ? എനിത്തിങ് ഹാപ്പനിങ് ഇറ്റ് ഈസ് ഫോർ ബിൽഡിംഗ് മീ അപ്പ്, എന്നെ പണിതെടുക്കുവാൻ വേണ്ടിയാണ്. Amen. Everything for God. തിരസ്കരണമുണ്ടായോ? യേശുവിൻ്റെ സ്നേഹത്തെ ആസ്വദിക്കുവാനായിട്ടുള്ള സമയമാണത്. ചിലപ്പോൾ തിരസ്കരണം വിനയം പഠിക്കുവാനായിട്ടുള്ള സമയമാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നഷ്ടമാണെങ്കിലും പ്രയോജനമാണെങ്കിലും, നഷ്ടങ്ങളിൽ കൂടി ഞാൻ പഠിച്ചൊരു പാഠം, ലോകത്തുള്ള കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ വിലയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം നിനക്ക് സമ്പത്തും സൗകര്യങ്ങളും തന്നാൽ പഠിക്കുവാനുള്ള നല്ല പഠനമാണ്. ഈ കിട്ടിയതെല്ലാം ഒരുമിച്ച് നിനക്കങ്ങ് വിഴുങ്ങി തീർക്കാനുള്ളതല്ല. ഇത് വിഴുങ്ങി കൂടുതൽ അസുഖം ഉണ്ടാക്കാവുന്ന മാത്രമേ ഉള്ളൂ, അസ്വസ്ഥ ഉണ്ടാക്കാവുന്നുള്ളൂ. ഗോഡ് ഹാസ് ഗിവൺ യു ഫോർ മെനി അതേഴ്സ്. മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ടാണ് നിനക്ക് പ്രത്യേകമായിട്ട് തന്നിരിക്കുന്നത്. ധനം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഹിയർ യു ആർ എ ട്രസ്റ്റി ഓഫ് ഗോഡ്. ദൈവം നിന്നെ ഏൽപ്പിച്ച ധനം മറ്റനേർക്ക് പ്രയോജനപ്പെടണം. സൗകര്യങ്ങൾ അനേർക്ക്, എല്ലാം ഒരു പഠനമാണ്. ഇതിൽ കൂടി എല്ലാം നാം പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലൈഫ്, ജീവിതത്തിലുള്ള തൃപ്തി. താങ്ക് ഗോഡ്, എല്ലാം എനിക്ക് നന്മയ്ക്കായിട്ട് തീരുന്നു, എല്ലാം എനിക്ക് പ്രയോജനമാണ്, എല്ലാം എനിക്ക് അനുഗ്രഹമായി തീരുന്നു, എല്ലാറ്റിലും കൂടെ ഞാൻ പണിയപ്പെടുന്നു. ഓ വണ്ടർഫുൾ! ജീവിതം എത്ര മനോഹരമാണ്, എത്ര മഹത്വകരമാണ്. ഇതിനെക്കുറിച്ചാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ വായിക്കാമോ? എല്ലാവരും ധരിക്കുന്ന എന്താ? ദൈവഭക്തി എന്ന് പറയുന്നത് ഒരു നേട്ടമാണ്. പക്ഷെങ്കിൽ നാം വായിക്കുന്ന എന്താണ്? സത്യത്യാഗികളുമായ മനുഷ്യരുടെ വൃദ്ധവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രം എന്ന് വിചാരിക്കുന്നു. ദൈവഭക്തി ഒരു നേട്ടമാണ്, ആദായമാണ് എന്ന് പറഞ്ഞ് കള്ളപ്രവാചകന്മാർ പ്രവചിപ്പിക്കുകയും ദൈവഭക്തിയില്ലാത്തൊരു ജനം അതിൻ്റെ പുറകെ ഓടി നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവവചനം എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അതിന്റെ താഴത്തെ വാക്യം കൂടെ വായിക്കാം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി, എന്നാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണ്. അങ്ങനെയുള്ളൊരു സമയത്തുള്ള ജീവിതം എത്ര മനോഹരമാണ്. ഈ ഒരു എക്സ്പ്രഷനാണ് ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ തൻ്റെ ആത്മകഥയായിട്ട് ഈ പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു. എൻ്റെ കർത്താവിൻ്റെ ആ
ഇടയത്വത്തിൻ്റെ കീഴിൽ ഞാനങ്ങ് പോവുകയാണ്. എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഐ ഷാൽ നോട്ട് വാണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഐ എം സാറ്റിസ്ഫൈഡ്, ഞാൻ സംതൃപ്തനാണ്. താഴോട്ടുള്ള എല്ലാ വാക്യത്തിലും പച്ചയായ പുൽപ്പുറമാണെങ്കിലും ശുദ്ധജലമാണെങ്കിലും നടത്തിപ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളും നാം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ആകെത്തുകയായിട്ട് എന്ത് പറയാം? സി ഹൗ ഹാപ്പി ഐ ആം, സി ഹൗ ബ്ലെസ്ഡ് ഐ ആം. ഞാനിതെല്ലാം നേടിയതാണോ? ഞാനിതെല്ലാം തേടിയെത്തിയതാണോ? ഞാൻ എൻ്റെ പുറകെ പോയതാണോ? ഞാൻ സെൽഫ് മെയ്ഡാണോ? അല്ല, എൻ്റെ ഇടയൻ എന്നെ കൊണ്ടുവന്ന വഴിയാണിത്. ഐ എം സാറ്റിസ്ഫൈഡ്. രണ്ട് നിലയിലുള്ള തൃപ്തി നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന്, ഈ ജീവിതം സംബന്ധിച്ച് കർത്താവ് നൽകിയിരിക്കുന്ന പ്രൊവിഷൻസ്, ലീഡിങ്, ഇതിലെല്ലാം ഞാൻ തൃപ്തനാണ്. porque എൻ്റെ ഇടയൻ ഇതെല്ലാം എനിക്ക് തരുന്നു. ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്. അതിൻ്റെ അടുത്ത പടി എന്താണെന്നറിയാമോ? ഈ കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള തൃപ്തിക്കുപരി വാസ്തവത്തിൽ എൻ്റെ തൃപ്തി ഒറ്റയിടത്തായിരിക്കുന്നു. എൻ്റെ ഇടയനിലായി തൃപ്തി ഇരിക്കുന്നു. എൻ്റെ യഥാർത്ഥ തൃപ്തി ഇടയൻ അവിടെ ഉണ്ടോ എന്നുള്ള, വേറെ അവിടെ ഉണ്ടോ എന്നൊന്നും ഞാൻ അന്വേഷിക്കുന്നേ ഇല്ല. ഇടയൻ അവിടെ ഉണ്ടെങ്കിൽ അത് മതി. ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ് മോർ. മൈ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഇൻ മൈ ഷെഫേർഡ്. എൻ്റെ ഇടയിലാണ് എൻ്റെ തൃപ്തി. എൻ്റെ ഇടയിലാണ് എൻ്റെ തൃപ്തി. ഐ വർഷിപ്പ് മൈ ഷെഫേർഡ്. എൻ്റെ ഇടയനെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ മഹിമയും എൻ്റെ സ്തുതികളും എല്ലാം ഞാൻ അവന് നൽകുന്നു. എൻ്റെ ഇടയിലാണ് എൻ്റെ സന്തോഷം. ഹീ ഈസ് മൈ ഓൾ, ഹീ ഈസ് മൈ എവറിത്തിങ്, ബോത്ത് ഗ്രേറ്റ് ആൻഡ് സ്മോൾ. അവൻ എനിക്ക് എല്ലാറ്റിലും എല്ലാമാണ്, ചെറുതും വലുതിലും എല്ലാം അവനാണ്. എൻ്റെ ഇടയനാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം ഈ കർത്താവിലുള്ള തൻ്റെ തൃപ്തിയെക്കുറിച്ച് കാണുന്നു. ഞാൻ 21-ാം സങ്കീർത്തനത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയായിരുന്നു, ഇങ്ങനെ പറഞ്ഞേനെ, എ സാറ്റിസ്ഫൈഡ് സോൾ. തൃപ്തിയുള്ള ഒരു വ്യക്തി, തൃപ്തിയുള്ളൊരു വ്യക്തി. നിങ്ങൾക്കൊരു ഇടയനുണ്ടോ? നിങ്ങളുടെ ജീവിതം തൃപ്തമാണോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയണം, എ സാറ്റിസ്ഫൈഡ് സോൾ, തൃപ്തനായിരിക്കുന്നൊരു വ്യക്തി. ഈ ദാവീദാണ് പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ അതിനകത്തെ ആദ്യത്തെ ഒരു ഭാഗത്തോട് പറയട്ടെ, ഉണരുമ്പോൾ ഞാൻ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. രാവിലെ നമ്മളൊക്കെ ഉണരുമ്പോൾ എന്തോ ഓർത്തും എന്ത് കണ്ടുമാണ് നമ്മൾ ഉണരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില വർഷങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു നിഷ്കർഷയാണ്, when I wake my first thought should be God. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ചിന്ത ദൈവമായിരിക്കണം. ഞാൻ ആദ്യം ചെയ്യുന്നത് താങ്ക് ഗോഡ് ഫോർ ദിസ് ഡേ, ഈ ദിവസത്തിനായി സ്തോത്രം, ഫോർ ദ ചാലഞ്ചസ് ആൻഡ് പ്രൊവിഷൻസ്, ഇതിൻ്റെ വെല്ലുവിളികൾക്കും ഈ ദിവസത്തെ എല്ലാ അവിടെ നൽകിയിരിക്കുന്ന ഉദവികൾക്കുമായി ഞാൻ ഇങ്ങനെ സ്തുതിക്കുന്നു. ഐ സ്റ്റാർട്ട് വിത്ത് മൈ ഷെഫേർഡ്. എൻ്റെ ഇടയനിലാണ് ഞാൻ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എവറി ഡേ ബ്ലെസ്സിങ്. എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അനുഗ്രഹം അവിടെയായിരിക്കുന്നത്. മൈ ബ്ലെസ്സിങ് മീൻസ് മൈ ഷെഫേർഡ്. എൻ്റെ ഇടയനാണ് എൻ്റെ മുഴുവൻ അനുഗ്രഹവും. ഹി ഈസ് മൈ സാറ്റിസ്ഫാക്ഷൻ. അവനാണ് എൻ്റെ തൃപ്തി. ഞാൻ ഉണരുമ്പോൾ എൻ്റെ മുഖം കണ്ട് തൃപ്തനാവും. അങ്ങനെ ദൈനംദിനം കർത്താവിൻ്റെ മുഖം കണ്ട് തൃപ്തിയിൽ ജീവിക്കുന്ന ഒരാളാണ് മരണത്തിൻ്റെ നിദ്രയ്ക്കും ശേഷം ഈ പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയുന്നു. ഞാൻ ഉണരുമ്പോൾ ലൈഫ് വിൽ ബി ഓവർ വിത്ത് മനി ഇയേഴ്സ്. കാലങ്ങൾ കടന്ന്, ജീവിതം അങ്ങനെ കടന്ന്, ഞാൻ മരണനിദ്രയിലായ ശേഷം മരണത്തിനും ശവകുടീരത്തിനും എൻ്റെ ജീവിതത്തെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. cannot put a full stop my life. എൻ്റെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയില്ല. ഐ ഡൈ വിത്ത് ഹോപ്പ്. ഞാൻ ഈ പ്രത്യാശയിൽ മരിക്കും. കാരണം എൻ്റെ ദിനങ്ങളിൽ എൻ്റെ സ്വപ്നം, എൻ്റെ ലോങ്ങിങ്, എൻ്റെ ദാഹം, എൻ്റെ അന്വേഷണം ഈ പ്രിയപ്പെട്ടവന് വേണ്ടിയായിരുന്നു. ഇനി ഞാൻ ഉണരുമ്പോൾ മൈ ജോയ് ഷാൽ ബി ഫുൾഫിൽഡ്. എൻ്റെ സന്തോഷം പൂർണ്ണമാകും. ഒരിക്കൽ വിശ്വസിച്ചു, വിശ്വാസം ഞാൻ അവനെ കണ്ടു, വിശ്വാസം ഞാൻ അവനെ അനുധാവനം ചെയ്തു. ഇനി ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. ഐ വിൽ സീ മൈ ഷെഫേർഡ്. ഞാൻ ഉണരുമ്പോൾ ഐ വിൽ സീ ഹിം ആൻഡ് ബി സാറ്റിസ്ഫൈഡ്. ഞാൻ തൃപ്തനായിത്തീരും. ആമേൻ.
Amen. This is the call. ദൈവമക്കളെ, നമ്മുടെ വിളി ഇതാണ്. Let us live this life in an alien land. ഒരു പരദേശി എന്നവണ്ണം, ഒരു പരദേശി മറ്റൊരു ദേശത്ത് ജീവിക്കുന്ന പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയിൽ, ഈ പുത്തൻ ജീവിതത്തിൽ, മഹത്വപൂർണ്ണമായിരിക്കുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ വീണ്ടെടുത്ത് നമ്മുടെ ജീവിതം അവൻ്റെ സ്വന്തമെന്നെണ്ണി അവൻ്റെ വഴികളിൽ നമുക്ക് പോകാം. ലൈഫ് വിൽ ബി എ ബ്ലെസ്സിങ്. ജീവിതം അനുഗ്രഹമായിരിക്കും. സന്തുഷ്ടിയോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയും. പ്രത്യാശയോടെ മരിക്കാൻ കഴിയും. അവൻ്റെ വരവിൽ പ്രത്യാശയോടെ എടുക്കപ്പെടാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.